എസ് പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞു. എസ് സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരാതിയിൽ നോട്ടീസ് ലഭിച്ചിട്ടും ഹാജരാവാത്തതിനെ തുടർന്നാണ് നടപടിയെന്നാണ് സൂചന. താൻ ഇഡി കസ്റ്റഡിയിലല്ലെന്ന് അതേസമയം ഫസൽ ഗഫൂർ പ്രതികരിച്ചിട്ടുണ്ട്. AT അശ്വതിയുണ്ട് വിവരങ്ങളുമായി. അശ്വതി, ഈ എസ് പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിമാനത്താവളത്തിൽ വെച്ച് തടഞ്ഞു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. നേരത്തെ ഇദ്ദേഹത്തിന് ED ഏതെങ്കിലും സംബന്ധിച്ചുള്ള നോട്ടീസുകൾ നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? മായ, ഇത് സംബന്ധിച്ച് ഒരു കേസ്, അതായത് MES സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ കേസുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തെ വിളിപ്പിക്കുമെന്നാണ് അദ്ദേഹം അല്പം മുൻപ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ നോട്ടീസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് യാത്രാ വിലക്കുണ്ട്. ഈ യാത്രാ വിലക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഈ തടഞ്ഞത് എന്നാണ്. മാത്രമല്ല, ഓസ്ട്രേലിയക്ക് പോകാനായിരുന്നു അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. പക്ഷേ ഈ യാത്രാവിലക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ തടഞ്ഞത്. മാത്രമല്ല, അടുത്ത ദിവസങ്ങളിൽ തന്നെ നോട്ടീസ് നൽകും ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകുമെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ അദ്ദേഹം എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. മായ, തീർച്ചയായും MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രയ്ക്കെത്തിയപ്പോൾ തടഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. AT അശ്വതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.